ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരളം പാർട്ട് 1 ഫിഫ്ത്ത് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് യൂണിറ്റിൻ്റെ പേര് ടെമ്പിൾസ് ആൻഡ് സോഷ്യൽ ലൈഫ് എന്നാണ്, ക്ഷേത്രങ്ങളും സാമൂഹിക ജീവിതവും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സാണ്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു, അതിൽ ബന്ധപ്പെടുക. അതുപോലെ ഇംഗ്ലീഷിൽ അസൈൻമെൻറ്റ്സ് ഉണ്ട്. അസൈൻമെൻറ്റ്സിൻ്റെ ആവശ്യമുള്ളവരും അതേപോലെ തന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പെയ്ഡാണ് അസൈൻമെൻറ്റ്സും. അപ്പോൾ നമുക്ക് ടെമ്പിൾസ് ആൻഡ് സോഷ്യൽ ലൈഫ് എന്നാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര സങ്കേതങ്ങളും ക്ഷേത്രഘടനയെക്കുറിച്ചും വാസ്തുവിദ്യയെക്കുറിച്ചൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റിൽ നമുക്ക് പഠിക്കാം മധ്യകാല കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണപരവും സാമ്പത്തികവുമായ അവരുടെ നടത്തിപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് മധ്യകാല കേരളത്തിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ, ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും ദേശീയര്, ബ്രാഹ്മണര്, നാടുവാഴികൾ എന്നിവരാണ് നിയന്ത്രിച്ചിരുന്നത്. വലിയൊരു സാമ്പത്തിക ഉറവിടം തന്നെയായിരുന്നു എക്കാലത്തും ക്ഷേത്രങ്ങൾ. അങ്ങനെയാണ് ക്ഷേത്രങ്ങളെ എക്കാലത്ത് കണക്കാക്കിയിരുന്നത് കേട്ടോ. ദേശഭരണവും ക്ഷേത്രഭരണവും തമ്മിൽ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു. പലപ്പോഴും ദേശം ഭരിക്കുന്നവർ തന്നെയായിരുന്നു ക്ഷേത്രങ്ങളുടെ ഭരണകാര്യങ്ങളും നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നത്. ക്ഷേത്രങ്ങൾ വലിയ ഭൂസമ്പത്ത് കൈവശം വച്ചിരുന്ന കേന്ദ്രങ്ങളാണ്. ദേവസ്വം ഭൂമികൾ പലവിധ വകുപ്പുകളിലൂടെ കർഷകരുടെ കൈകളിലേക്ക് എത്തിച്ചു. എന്നിനെ കൃഷിപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഉപഹാരങ്ങൾ, നാണയശേഖരങ്ങൾ, ഭൂദാനങ്ങൾ എന്നിവ മുഖേന വലിയ സമ്പത്ത് ക്ഷേത്രങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കർഷകർ ഭൂക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതം അതുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുപോയി. ക്ഷേത്രങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ടും അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു. വേദപഠനം, സംസ്കൃത വിദ്യാഭ്യാസം എന്നിവയൊക്കെ ക്ഷേത്രങ്ങളിലാണ് അന്ന് ലഭ്യമായിരുന്നത്. കഥകളും കലാപരമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ശൈലി, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അതിനൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ക്ഷേത്രങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു ക്ഷേത്ര പരിചരണവും കാര്യങ്ങളുമായിട്ട്. അതായത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളുടെ കൃഷിയിടങ്ങൾ, തൊഴിലവസരങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയവ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ഉയർത്തുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ വിപണികൾ, ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള വ്യാപാരം എന്നൊക്കെ നടക്കുന്നത് കാരണം മധ്യകാല കേരളത്തിലെ ക്ഷേത്രങ്ങൾ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തികപരമായ അതിൻ്റെയൊക്കെ ഒരു സമഗ്ര സംവിധാനത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടാണ് അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. അതിലൂടെ അക്കാലത്തെ ഭരണഘടനയും സാമ്പത്തികമായിട്ട് ഭരണത്തിൻ്റെ സാമ്പത്തിക ഘടനയും അക്കാലത്ത് ശക്തമായിട്ട് രൂപപ്പെട്ടു ആണ് ക്ഷേത്രങ്ങളുടെ ഭരണ നടത്തിപ്പ്. ഇനി 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ഘടനയാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് നമ്മൾ ഈ 10 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ തന്നെ 2 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ളത് ഒരു ഘട്ടം. അത് ഈ ഘട്ടത്തിൽ ശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ചിലതിലൊക്കെ എന്താണ് ചുറ്റുമതിൽ, പല മൂലസ്തംഭം, ബാലിക, ഗർഭഗൃഹം, പ്രദക്ഷിണപാത അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയ ഒരു ഘടനയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ ചതുശ്രാകൃതിയിലുള്ള ഗർഭഗൃഹം, അതുപോലെ തന്നെ കരിമ്പട്ട, ലാട്രൈറ്റ്, കല്ല്, മരം എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മിതിയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാണുന്ന 2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ളൊരു കാലഘട്ടമാണ്. ഈ 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദ്രാവിഡ ശൈലി സ്വാധീനിച്ചൊരു കാലഘട്ടമാണ്. ക്ഷേത്ര നിർമ്മാണത്തെ ദ്രാവിഡ ശൈലി കൊണ്ട് സ്വാധീനിച്ച ഒരു കാലഘട്ടമാണ് 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഗോപുരങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു. പക്ഷേ തമിഴ്നാട്ടിലേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ ഗോപുരങ്ങളാണ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ക്ഷേത്ര നിർമ്മിതിയിൽ ശില്പകലയും ചിത്രകലയും ഉയർന്നു വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇത് 13 മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം. ഈ ക്ഷേത്ര സംഗീതത്തിനും നാട്യത്തിനും വേണ്ടി കൂട്ടിച്ചേർത്ത നവരംഗ മണ്ഡപം കൂടി ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. അക്കാലത്തെ ഭൗതിക ഘടനയിൽ ഗർഭഗൃഹം, മുഖമണ്ഡപം, മണ്ഡപങ്ങൾ, വാളിയമ്പലം, ശൃംഗാരിക തുടങ്ങിയ ഘടനകളാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരുന്നത്. തച്ചന്മാർ, ശില്പികൾ, വാസ്തുവിദ്യക്കാർ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ക്ഷേത്രങ്ങൾ
എന്താണ് കലാത്മകമായിട്ട് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായ രീതിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ചിരുന്നത്. മഴയും ഈർപ്പവും കണക്കിലെടുത്തുകൊണ്ട് അതിനെ സംരക്ഷിക്കുന്ന രീതിക്കുള്ള സമ്പ്രദായം കൂടി നിർമ്മാണത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ വടക്കുംനാഥൻ ക്ഷേത്രം, തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം, ഇതൊക്കെ എന്താണ് അക്കാലത്തെ പ്രമുഖ ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അതുകൂടി പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലെ ക്ഷേത്ര സങ്കേതങ്ങളുടെ ആശയം പ്രാധാന്യം. ക്ഷേത്രം ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അതിനൊരു ഒറ്റ വാക്ക് പറയുന്നത്, ക്ഷേത്രം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നുള്ളതിന് ദിവ്യ ആവാസമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ദേവതയുടെ സാന്നിധ്യസ്ഥായി ആയിട്ടുള്ളതായിട്ടാണ് ആദ്യം പ്രതിപാദിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ഷേത്ര സങ്കേതം ഈ വിശ്വത്തിൻ്റെ സൂക്ഷ്മരൂപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഗർഭഗൃഹം, അതുപോലെ ബ്രഹ്മത്തിൻ്റെ സ്ഥാനം, ഇതൊക്കെ സൂചിപ്പിച്ചു. അതേപോലെ ക്ഷേത്രത്തിലെ രൂപകൽപ്പന, തന്ത്രവിധാനങ്ങൾ അനുസരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിനടിസ്ഥാനമാക്കി തന്നെയാണ് നിർമ്മിച്ചിരുന്നത്. ഇനി അതിൻ്റെ സങ്കേത ഘടന എന്ന് പറയുമ്പോൾ ഒന്ന് ഗർഭഗൃഹമാണ്. ഗർഭഗൃഹം എന്ന് പറഞ്ഞാൽ ദേവതയുടെ പ്രധാന പ്രതിഷ്ഠയാണ്. പിന്നെ മുഖമണ്ഡപം അഥവാ എന്താ പറയുക, നമസ്കാര മണ്ഡപം എന്ന് പറയും, അത് ഉപാസന സ്ഥലമാണ്. പിന്നെ വാളിയമ്പലം അല്ലെങ്കിൽ എന്താ പറയുക ചുറ്റമ്പലം എന്ന് പറയും, ഉത്സവങ്ങൾ അതുപോലെ തന്നെയുള്ള കലാപരിപാടികൾ ഇതൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ പ്രദക്ഷിണപാതയാണ്. പ്രദക്ഷിണപാത പറഞ്ഞാൽ ആളുകൾക്ക്, ഭക്തർക്ക് പ്രദക്ഷിണം നടത്താനുള്ള സ്ഥലമാണ്. പിന്നെ ബാലിക അഥവാ ധ്വജസ്തംഭം എന്ന് പറയും, അത് പ്രവേശന മാർഗവും ആചാരപരമായ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന മേഖലയാണ്. പിന്നെ പുഷ്കരിണി അഥവാ തയ്യാറിക്കുളം, ശുദ്ധീകരണത്തിനും ആചാരങ്ങൾക്കുമുള്ള ജലസംഭരണി അല്ലെങ്കിൽ ജലസ്രോതസ്സാണ് തയ്യാറിക്കുളം എന്ന പേരിൽ അറിയപ്പെടും. ഉപാസന, ഉത്സവങ്ങൾ, അതുപോലെ മഹാമഹങ്ങൾ, താന്ത്രിക കർമ്മങ്ങൾ എന്നിവയിലൂടെ സാമൂഹിക ഐക്യത്തെ സങ്കേതങ്ങൾ ശക്തിപ്പെടുത്തി. കഥകളി, ഓട്ടൻതുള്ളൽ, സംഗീതം, നാട്യകല തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയായിരുന്നു ക്ഷേത്രങ്ങൾ ആ കാലഘട്ടത്തിൽ. ക്ഷേത്രങ്ങൾ വാദ്യാലയങ്ങൾ ആയിട്ടും, അതായത് വാദ്യങ്ങളും പഠിപ്പിക്കുക, വിദ്യാലയങ്ങൾ വിദ്യ പഠിപ്പിക്കുന്ന ഗ്രന്ഥശാലകളായിട്ടും ഒക്കെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. അന്നദാനങ്ങൾ, അതുപോലെ ആശ്രയദാനങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ക്ഷേത്രങ്ങൾ ധാർമ്മിക സേവനങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നു. ദേവസ്വം ഭൂമികൾ കൃഷിക്ക് വേണ്ടി കൈമാറി വരുമാനമുണ്ടാക്കി. കർഷകർ, അതുപോലെ ശില്പികൾ, കലാകാരന്മാർ, എഴുത്തുകാർ തുടങ്ങിയ വിവിധ ജോലി വിഭാഗങ്ങൾ ക്ഷേത്രത്തെ ആശ്രയിച്ച് മാത്രം ജീവിച്ചിരുന്നു. ഉത്സവ സമയങ്ങളിൽ വിപണനം നടത്തിയിരുന്നു. അപ്പോൾ നീണ്ടുനിന്ന ഉപഭോഗ ശൃംഖല അക്കാലത്ത് ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു. ക്ഷേത്ര സങ്കേതം ഒരു ധാർമ്മിക, ആധ്യാത്മിക, കലാപരമായ പ്രവർത്തനങ്ങളുടെ ഒരു സമാഹാരമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അത് ഗ്രാമീണ ജീവിതത്തിൻ്റെ ഹൃദയമായിരുന്നു ക്ഷേത്രങ്ങൾ. അതായത് ഒരുപാട് ഗ്രാമീണരുടെ ജീവിതോപാധി ആയിട്ട്, അല്ലെങ്കിൽ ജീവിതമാർഗം അതിനെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്, ഈ ക്ഷേത്രങ്ങളെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എസ്സേ ആയിട്ട് വരെ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒക്കെ എത്രയാണ് 3ാമത്തെ യൂണിറ്റ് വരുന്നത്. താങ്ക്സ്.